അറ്റ് ദി ഔട്ട്സെറ്റ് നിങ്ങൾ ഒരു ആഷിഖ് കപൂർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതെ. സോ ഐ വോണ്ട് യു ടു ഷെയർ വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെൻറ്റ്? ബിക്കോസ് രണ്ടുപേരും നിങ്ങളുടെ കരിയറിൻ്റെ ഫസ്റ്റ് ഒരു ഫേസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരികയാണ്. ടെൽ മീ ഹൗ എക്സൈറ്റഡ് ബോത്ത് ഓഫ് യു ആർ. ഐ എം വെരി എക്സൈറ്റഡ്. കാരണം ഇത്ര വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അതുകൊണ്ടാണ് ഐ എം വെരി എക്സൈറ്റഡ്. ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഇതെങ്ങനെ വരും എക്സൈറ്റഡ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് ഭീഷ്മപർവ്വമായിരുന്നു. സോ അതിനു മുന്നേ എൻ്റെ തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക, തല കാണിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. സോ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയൊരു സിനിമയായിരുന്നു എനിക്ക് ഭീഷ്മപർവ്വം. സോ അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിലെപ്പോഴും വന്നത് നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല ഡയറക്ടറിൻ്റെ കൂടെ, നല്ല പടങ്ങളുടെ ചെറിയ ഭാഗമാണെങ്കിൽ അതാവുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഓഡീഷനെ വിളിച്ചാണ് ആഷിഖ് കപൂർ ചേട്ടൻ്റെ പടമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പരിപാടി പറഞ്ഞു കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയായിരുന്നു. സോ അറ്റ് ദ എൻഡ് ഓഡിഷൻ കഴിഞ്ഞു, സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെയാണ് ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള പരിപാടിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഐ സെഡ് ലൈക്ക് ഓക്കെ, ഡബിൾ ഓക്കെ. കാരണം കൂടെ വർക്ക് ചെയ്യുന്നവരും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. സോ അവരുടെ കൂടെ നമുക്കൊരു 1.5 മാസം ഒരേ സ്ഥലത്ത് ഒരുമിച്ചൊരു ജേണി, എല്ലാ ദിവസവും എണീക്കുമ്പോൾ ഇവരെ കാണുക, പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് സ്വിച്ച് ചെയ്യുക, എനർജി ചേഞ്ച് തന്നെ ഭയങ്കര. പിന്നെ അതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. രാവിലെ നല്ല ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് റെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒന്നൊരു ചെറിയൊരു ഉറക്കം എന്നിട്ട് ചിലവർ വരും. ഇങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സുരഭി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് ബാക്കപ്പ് പറയുന്നത് വളരെ അത് എന്താ പരിപാടി നമുക്കറിയില്ല. പക്ഷേ ഫുൾ ടൈം ഒരേ ലെവലാണ്. ഷീസ് ദി എനർജി ബോംബ് ഇൻ ദി സെറ്റ്. റൈഫിൾ ക്ലബിനെ ഇങ്ങനെ എപ്പോഴും പിടിച്ച് കുലുക്കിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരിയാണ്. ഓക്കെ. സോ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ദാറ്റ് വി ആർ സീയിങ് ഫ്രം ദ ഫിലിം ഇസ് ഗന്ധർവഗാനം. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു ബോത്ത് ഓഫ് യു ഹാവ് കിൽഡ് ഇറ്റ്. ലൈക്ക് എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു ആ പാട്ടിൻ്റെ അകത്ത്. ആൻഡ് ഐ ഹാവ് ഗോട്ടൻ ദി ഓപ്പർച്യൂണിറ്റി ടു വാച്ച് ദ ഫിലിം ഓൾസോ. സോ എനിക്കറിയാം നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ഗ്രേറ്റ് പെർഫോമൻസസ്. ബട്ട് ദെൻ ടെൽ മീ അബൌട്ട് ദ മേക്കിംഗ് ഓഫ് ഗന്ധർവഗാനം. ബിക്കോസ് ഒരുപാട് പേരുണ്ട്, ഇറ്റ് ഈസ് എ ഹ്യൂജ് സെറ്റ്. ശരിക്കും ആഷിഖ് കപൂറിൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ ഡിസ്കവർ ചെയ്തത്? വാട്ട് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് മേക്കിംഗ് ദ സോങ്? ഈ സോങ് തന്നെയായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ ഞാൻ മൂവി ചെയ്യാൻ ഇരുന്നത്. കാരണം ഞാനിപ്പം പഠിക്കുകയാണ്. ഞാനിപ്പം തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ്. അത് കാരണം എനിക്ക് കുറേ വന്നതൊന്നും പഠിത്തത്തിൻ്റെ അക്കാഡമിക് റീസൺസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഡാൻസ് കുഞ്ഞിലേ തൊട്ടാൻ വെരി മച്ച് പാഷനേറ്റ് അബൌട്ട്. യു ആർ എ കഥക് ഡാൻസർ ഓൾസോ, ഇസ് ഇറ്റ്? ഭരതനാട്യം, ക്ലാസിക്കൽ ഭരതനാട്യം വന്നു. അപ്പം ഒരു ഡാൻസിങ്ങിൻ്റെ ഒരു ഇത് വന്നു. പിന്നെ ലൈക്ക് ഓക്കെ ഒരു ഡാൻസറാണ്, ബട്ട് ഒരു ക്യാരക്ടറും ഉണ്ട് എന്നുള്ളൊരു ഇതാണ് ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. അതിപ്പം അധികം നമുക്ക് കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. സോ അതിൻ്റെ മേക്കിംഗ് തന്നെ ആണെങ്കിലും ഇറ്റ് വാസ് വെരി നൈസ്. ഞാൻ മറ്റേ സോങ്ങിൻ്റെ ഷൂട്ട് ടൈം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ആഷിഖേട്ടൻ ക്യാമറ ചെയ്യുമ്പോൾ ഡിഡ് ദാറ്റ് ആഡ് എനി കൈൻഡ് ഓഫ് ഒരു മാജിക് ഈ പറയുന്ന ഒരു ഓവറോൾ പ്രോസസ്സിൽ? ആഷിഖേട്ടൻ ക്യാമറയുടെ പുറകിലും ഉണ്ട് എന്നുള്ള ഒരു നമ്മൾ ഫസ്റ്റ് ടൈം എന്നെ എൻ്റെ ഗെറ്റപ്പിൽ കണ്ടപ്പോൾ തന്നെ ഓരോ ടൈമിലും വാട്ട് ഹി വാണ്ടഡ് അതിൻ്റെ പെർഫെക്റ്റ് അത് കിട്ടാൻ വേണ്ടി തന്നെ ഈച്ച് ടൈം വാസ് ലൈക്ക് ഇതിന് കുറച്ചിങ്ങനെ കറക്ഷൻ വരുത്തുക, അത് വരുത്തുക, അൺടിൽ ഹി ഗോട്ട് വാട്ട് ഹി വാണ്ട്. അതുവരെ നമ്മളിങ്ങനെ യുനോ എന്താണ് വേണ്ടത് അതുപോലെ നമുക്ക് മേക്കപ്പ് വിടുന്നു, അതിൻ്റെ എല്ലാ കറക്ഷൻസ് ചെയ്യും. അപ്പം ജസ്റ്റ് ഓക്കെ ഒരു ഒപ്പിക്കൽ പോലെ അല്ല, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വാട്ട് ഹി വാണ്ടഡ് അത് കിട്ടുന്നവരെ യൂസ് ടു മേക്കേഴ്സ് എന്താണ് വേണ്ട പോലെ ചെയ്യിക്കാൻ. ശ്രീജിത്തേട്ടനല്ലേ ഡാൻസ്? പ്രീത് സാറാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, ഡാൻസ് സിറ്റി. സോ ബേസിക്കലി ഇപ്പോൾ ആഷിഖിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡാൻസിൻ്റെ ഷൂട്ട് മാത്രമല്ല, ഒരു ഹോൾ പ്രോസസ്സിൽ ഇടയ്ക്ക് ആഷിഖിനോട് ഉണ്ടോ ഇല്ലയോ എന്ന് വരെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോകുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. കാരണം പല റേഞ്ചിലുള്ള ഡയറക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആഷിഖേട്ടൻ ആക്ഷൻ പറയുന്നവരെ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ്. അപ്പോൾ അത്രയും പീസ്ഫുള്ളായിട്ട് പുള്ളിയുടെ പരിപാടിയിൽ ഫോക്കസ് ചെയ്ത് ഔട്ടിൽ മാത്രം ഏറ്റവും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെറ്റിൽ വന്ന് ഓടി വന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. അതിനൊക്കെ നല്ല അടിപൊളി അസിസ്റ്റൻസും കാര്യങ്ങളും ലേഡീസ് എല്ലാവരും ഉണ്ട്. പക്ഷെ പുള്ളി മോണിറ്ററിന് മുമ്പിൽ എന്താണോ ഫൈനൽ ഔട്ട് വേണ്ടത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി സമയത്ത് പുള്ളി കുറച്ചുകൂടി ചില്ലായിരുന്നു. കാരണം ശ്രീജിത്ത് സാറുണ്ട് അവിടെ. പിന്നെ ആക്ടിങ് ഈ പറയുന്ന പോലെ ഞങ്ങളെ ഓക്കെ റംസാൻ ഇവിടെ ഇന്ന ഡയലോഗാണെന്ന് പറഞ്ഞു തരുന്നെങ്കിൽ പോലും ഡാൻസിന് അത് ഞങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആഷിഖേട്ടന്. അവിടെ ശ്രീജിത്ത് സാർ എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ടായി. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അന്ന് കുറച്ചുകൂടി പീസ്ഫുൾ ആയിരുന്നു, കുറച്ചുകൂടി ജോളിയായിരുന്നു ഷൂട്ട്. പിന്നെ കുറച്ചും കൂടി നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് ഇതിനെ ആക്കിയിട്ടുണ്ട്. കാരണം നല്ല ഡേയ്സ് ഓഫ് പ്രാക്ടീസ്. പിന്നെ റിഹേഴ്സൽസ് ഭയങ്കര മാഡ് ആയിരുന്നായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഒരുമിച്ച് വന്ന് ചെയ്യുന്ന ഒരു പരിപാടി. അതെ അതിപ്പോൾ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും
ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് പെർഫോമൻസ് ചെയ്യാനായിട്ട്. Yeah. അതിലുപരി നമ്മൾ രണ്ടുപേരും ഫോക്കസ് ചെയ്യണം. ഒരു അട്രാക്ഷൻ വേണം. പിന്നെ 90s കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ ഫോക്കസ് ചെയ്യണം. അതിൻ്റെ സ്റ്റൈൽ പഠിക്കണം. ഇങ്ങനെയുള്ള കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഫൈനലൊരു നമ്മളൊരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്തല്ലേ, 3 days. 3 ഡേയ്സ് 3 to 4 ഡേയ്സ് നവനുണ്ടായി. അതിന് മുന്നേ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയായിരുന്നു, ഞാനും ശ്രീജിത്ത് സാറും പിള്ളേരൊക്കെ ആയിട്ട്. സോ അത് കഴിഞ്ഞ് ഷൂട്ട് തന്നെ ഒരു 3 ദിവസം ഉണ്ടായി. അതെന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഒരു സിനിമയിലെ ഒരു പാട്ടിന് വേണ്ടിയിട്ട്, അതും ഇങ്ങനത്തെ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 ദിവസമൊക്കെ ഷൂട്ടിന് എടുക്കാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. കാരണം നമ്മൾ ദിവസം 1 ക്യാരക്ടർ ആവുന്നു, അതിലപ്പുറം ഒരു ഡാൻസ് പഠിക്കുന്നു, ഡാൻസ് പെർഫോം ചെയ്യാനായിട്ട് ഒരു 3 ദിവസം, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. Right. ഈ ഐ വാസ് വണ്ടറിങ്, നിങ്ങൾ വാട്ട് ഡിഡ് യു ഗൈസ് ഈറ്റ് ബിഫോർ പെർഫോമിങ്? എന്ത് പവറിലാണ് നിങ്ങൾ? ഇത് നവനിയുടെ അമ്മയടുത്ത് ചോദിക്കണം. നവനിയുടെ അമ്മയാണോ ഓരോ പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കുന്നതിന് കുറവൊന്നുമില്ല. പിന്നെ കുഞ്ഞിലേ തൊട്ട് റംസാൻ ഒബ്വിയസ്ലി ഡാൻസ് നല്ലതായിട്ടുള്ള എനർജി ഉണ്ടാവും. ഞാൻ അഭിലാഷൊക്കെ കഴിക്കും. I was just ചുമ്മാ asking. To you, learning to be a doctor or learning to be Nadia ആയിരുന്നു the toughest part you have done so far in life? ഈ ക്യാരക്ടറിന് you have done other characters as well. So how was Nadia different for you? എനിക്ക് സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ട്. There is not just dance, കുറച്ച് ആക്ഷൻ ഉണ്ട്, കുറച്ച് ഡയലോഗ് ഓറിയൻറ്റഡ് സീക്വൻസസ് ഉണ്ട്. സോ how was that for you? നാദിക ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആൻഡ് ആൾക്ക് സ്ലാങ് പിടിക്കാനായിരുന്നു കുറച്ച്, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവേണ്ട സ്ലാങ് പിടിക്കാനായിരുന്നു. കാരണം ഇവർ കാസർഗോട്ടുകാർ ഒരു സ്ലാങ് ആണ്. അപ്പം ആ സ്ലാങ് പിടിക്കാൻ അത്യാവശ്യം കുറച്ച് വർക്ക് ചെയ്തിരുന്നു. നമ്മുടെ സുരഭി ചേച്ചിയുടെ ഒരു അസിസ്റ്റന്റ് ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഈ ഡയലോഗ് കൊടുത്തിട്ട് അതെങ്ങനെയാണ് അവരുടെ അവൻ അവിടെ നിന്നാണ്, നാട്ടിൽ നിന്നാണ്. ആ, നമുക്ക് ഡയലോഗ് എഴുതി തരുമ്പോൾ നമ്മൾ അവനോട് കൊടുക്കടാ ഇത് നീ പറയൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൻ അവൻ്റെ രീതിയിൽ ഡയലോഗ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ചില വേർഡ്സ് ചേഞ്ച് ഉണ്ടാവും. അവർക്ക് കൂടുതലും വേർഡ്സിനേക്കാളും ഭയങ്കര സ്പീഡിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം അത് ചേട്ടൻ പറയുന്ന ഇത് റെക്കോർഡ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം കേൾക്കും, പിന്നെ പറഞ്ഞു നോക്കും, അങ്ങനെ. റംസാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ യു ഹവ് ഡാൻസ് ഇൻ എൻ അമൽ നീരദ് മൂവി, യു ഹവ് ഡാൻസ്ഡ് ആൻഡ് ഫോട്ട് ഇൻ എൻ ആഷിഖ് കപൂർ മൂവി. അപ്പോൾ ഡാൻസിങ് സ്റ്റാർ എന്നൊക്കെയുള്ള മീമുകളൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ എം ഷുവർ വിത്ത് ഹൗ യു ആർ ഡൂയിങ് സോ ഫാർ ഇൻ യുവർ കരിയർ, യു ആർ സൂൺ ടു ബി എൻ ആക്ടിങ് സ്റ്റാർ ഓൾസോ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. പക്ഷേ ടെൽ മീ ദിസ്, ഇതുവരെയുള്ള റംസാൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ആസ് ടു ഹൗ യു മാനിഫെസ്റ്റഡ് ആക്ടിങ് ഇൻ ഫിലിംസ്. Take us through that journey. Like, what is that journey been for ഐ you? ഡിഡ് റിയാലിറ്റി ഷോ. അത് കഴിഞ്ഞിട്ടാണ് എന്നെ അമലേട്ടൻ വിളിക്കുന്നത്. സോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെയെങ്കിലും ലക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്ത കാര്യം എൻ്റെ ആ റിയാലിറ്റി ഷോ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ്. കാരണം ഞാൻ പോയത് തന്നെ, ആ റിയാലിറ്റി ഷോ പോയത് തന്നെ എൻ്റെ ആ ഒരു റംസാൻ ഡാൻസിങ് മാത്രമല്ല, എനിക്ക് ആക്ടിങ്ങിലും റംസാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് Performance. അതെ പറ്റുമെന്ന് ഓഡിയൻസിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം എല്ലാവരിലും പെട്ടെന്ന് നോക്കുമ്പോൾ ഡാൻസർ റംസാൻ, അങ്ങനെയാണ് ടോക്ക് പോകുന്നത് പോലും. അപ്പോൾ അതിനുശേഷം സ്ക്രിപ്റ്റുകൾ കുറച്ച് വന്നു. ഭീഷ്മപർവ്വത്തിൽ ഇത്രയും ചെറിയൊരു റോളാണെങ്കിൽ പോലും അത് വലിയൊരു ഓളുണ്ടാക്കി. Yes. അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് സ്ക്രിപ്റ്റും കുറച്ച് ചാൻസസ് ഒക്കെ വന്നു. പക്ഷേ അപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇതല്ല പരിപാടി, ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ഇനിയും നല്ലൊരു സാധനം വരും. അല്ലെങ്കിൽ ഇപ്പം അമലേട്ടൻ്റെ ഞാൻ ചെറുത് ചെയ്തെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വലിയ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് റൈഫിൾ ക്ലബിൻ്റെ പരിപാടി. ഞാൻ ഓഡീഷനിലേക്ക് എത്തുന്നത്. അവിടെയും ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ പറഞ്ഞത് നീ അഭിനയിക്കുമെന്ന് അറിയില്ലായിരുന്നു എന്നാണ്. ചുമ്മാ രസത്തിന് വിളിച്ചാണ്. അത് ഫസ്റ്റ് ഒരു പാട്ടുണ്ട്, അതിനു വേണ്ടി മാത്രം വിളിച്ചതാണ്. പക്ഷെ നീ അഭിനയിക്കുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. കാരണം അവർക്കും അറിയില്ല, ഇപ്പോഴും ഇൻഡസ്ട്രിയിലുള്ള പലർക്കും അറിയില്ല നമുക്ക് സിനിമയോടും ആക്ടിങ്ങിനോടും പല ക്യാരക്ടറിനോടും താല്പര്യമുണ്ടെന്ന്. Right. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ റൈറ്റ് മൊമെൻറ്റ്, ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. ഇതിലിപ്പോൾ ഡാൻസ് ഉണ്ട്, പക്ഷെ അത് മാത്രമല്ല സിനിമ കണ്ട സ്ഥിതിക്ക് അതിനകത്ത് കുറച്ച് ക്യാരക്ടർ വൈസും ഒരു ആർക്കുള്ള ക്യാരക്ടറാണ്. റൈഫിൾ ക്ലബ്ബിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ പരിപാടിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് In fact, 2 main characters of the film, I would say. ഇതാണ് പ്രശ്നം. അല്ല, എനിക്കങ്ങനെ തോന്നിയത്. ലൈക്ക് ആ സിനിമയുടെ ഓവറോൾ ഇവൻസിലേക്ക് നിങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് സ്മോൾ. എനിക്കെന്താ മനസ്സിലായെന്നറിയോ, ഈ പടത്തിൽ നിന്ന് എന്നെ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. അലീനും അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് കൺഫേം എഗ്രിമെന്റ് ചെയ്തിട്ടാണ് പടത്തിലേക്ക് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം മറ്റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഭീഷ്മ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്യാരക്ടറിൽ ചെറുതായിട്ട് പണിയെടുക്കാനുള്ളൊരു സ്കോപ്പ് ഇതിനകത്ത് ഞാൻ കണ്ടു. ചെറിയ ഫൈറ്റും ചെറിയ പെർഫോമൻസും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതും ഇത്ര നല്ല ക്രൂവിൻ്റെ കൂടെ. അപ്പോൾ ഐ തിങ്ക് അതായിരുന്നു എൻ്റെ ബെസ്റ്റ് ഡിസിഷൻ.
അങ്ങനെ. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബിൽ ഒരു അറ്റാക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അലി നാദിയും ആദ്യം പോയിട്ട് ഹെൽപ്പ് എടുക്കാൻ പോകുന്ന ക്യാരക്ടർ മെമ്പർ ആരായിരിക്കും? ഹെൽപ്പ് ചോദിക്കുന്നതോ? ഹെൽപ്പ് ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഷാമോൻ ചേട്ടൻ്റെ ഹെൽപ്പ് വിട്ടുതരാം, അതൊക്കെ വിട്ടുതരാം നമുക്ക്. അതല്ലാതെ ഐ വോണ്ട് യു ടു ടോക്ക് അബൌട്ട് വിച്ച് റൈഫിൾ ക്ലബ് മെമ്പർ യു വിൽ ഗോ ടു ഫസ്റ്റ്. ആദ്യം പറയട്ടെ. നാദിയ പറയൂ, എന്നിട്ട് അലി പറയൂ. അതെ. സെക്രട്ടറി ആവുന്നതുകൊണ്ട് അവൻ ബിക്കോസ് ഹീസ് ഇൻ എ പൊസിഷൻ ഓഫ് പവർ, അതായിരിക്കണം. കാരണം കുറച്ചും കൂടി ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ ക്ലബ് ആൻഡ് എങ്ങനെ ഇത് ഡീൽ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുന്നത്. ഒബ്വിയസ്ലി കുറേ നാളായിട്ട് ആ പൊസിഷൻ വരുന്നത് സെക്രട്ടറി ആയിരിക്കുമല്ലോ. സെക്രട്ടറി അവർ അന്ന് പോയി. കുട്ടേട്ടൻ്റെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. കാരണം നാദിയും അലിയും എന്തുകൊണ്ട് ഈ ഒരു ക്ലബിലോട്ട് എത്തി എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ട് അറിയാവുന്ന രണ്ടുപേരാണ് ഞങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ ഇനി കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങോ പരിടുന്നില്ല. എൻ്റെ എതിരുള്ള ആൾ വന്ന് അതിനടുത്ത് പൊട്ടിക്കുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു കുട്ടേട്ടൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടിയും നേരെ നിൽക്കുക കാണാം എന്നുള്ളൊരു പരിപാടിയുള്ളൊരു ക്യാരക്ടർ. മാസമാണ് പുള്ളി. പിന്നെ ഭയങ്കര മാസമല്ലേ. അതെ. Okay, so one more thing I wanted to ask you is, both of you are starting out in films. നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് you're finding your characters. But I'm going to ask the budding actors in you. നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്ന ലിറ്റിൽ ഫിയേഴ്സ് എന്താണ് ആസ് യു നോ സ്റ്റാർട്ടിങ് ഔട്ട്, ആൻഡ് വിച്ച് യു തിങ്ക് എനി ആസ്പയറിംഗ് ആക്ടർ വുഡ് ഗോ ത്രൂ ആൻഡ് ഫേസ്? നമ്മൾ കൺസിസ്റ്റൻസി ഒരു കാര്യമാണ്. കാരണം നമുക്ക് വേണ്ട പോലെ തന്നെ ക്യാരക്ടേഴ്സ് എപ്പോഴും നമുക്ക് കിട്ടണം എന്നില്ല. പിന്നെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് അത്യാവശ്യം നന്നായി നമ്മൾ ചെയ്യാൻ നോക്കുക. ആൻഡ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും കിട്ടണം എന്നും ഇല്ല. അതൊരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പം അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു ഫാക്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുക. ആ ഒരു കൺസിസ്റ്റൻ്റ് ആവാണ്ട് നിൽക്കുക. അല്ലെങ്കിൽ ആ ഒരു അൺസർട്ടനിറ്റിയിൽ നമ്മൾ പകച്ചു പോകരുത്. ഓക്കെ, ഐ എം നോട്ട് ഗെറ്റിങ് അതായതാണെന്നല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വരുന്ന കുറേ എനിക്കിപ്പോൾ പഠിത്തത്തിൽ ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മെനി പീപ്പിൾ ആർ ആസ്കിങ് മീ, അപ്പം നിങ്ങൾക്ക് പേടിയില്ല. ഓക്കെ, ഇപ്പോൾ നൗ യു ആർ ഗെറ്റിങ്, പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ആ പേടിയില്ല. ഐ നോ ഇറ്റ് ഈസ് അൺസർട്ടൺ, പക്ഷെ ഇപ്പം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഞാൻ അതിലിങ്ങനെ പേടിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല. വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. ആ രീതി പക്ഷെ പറ്റുന്നത് നമ്മൾ നമ്മുടെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. സോ ബേസിക്കലി നമ്മുടെ ഡിസിഷനാണ് നമ്മുടെ ലൈഫിൽ എങ്ങനെ പോകണം നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ തന്നെ പല ആർക്കുണ്ടെങ്കിൽ പോലും നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര ശരിയായിരിക്കാം, നല്ലത് ചെയ്യും, നമുക്ക് ഗുണം ചെയ്യാതിരിക്കാം. പക്ഷേ അതിനെല്ലാം നമ്മൾ എന്താ പറയുക, ഒന്ന് അതിജീവിച്ച് അടുത്ത ട്രാക്കിലോട്ട് തിരിച്ചെത്തുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ നമ്മളെടുത്ത ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് വിചാരിച്ചിരുന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഓക്കെ, ഐ ഹാവ് ടു ബി ബാക്ക്, ഈ ഒരു ട്രാക്കിലോട്ട് തിരിച്ചെത്തണം എന്നുള്ള സാധനമുണ്ട്. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന് തളർന്നു പോയി കഴിയുമ്പോൾ നമ്മളൊന്ന് ഡൗൺ ആവും ഭയങ്കരമായിട്ട്. അപ്പോൾ അവിടുന്ന് തിരിച്ച് ആരും ഒന്ന് കുലുക്കി എണീപ്പിക്കാനില്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും താഴെ പോകാമെന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ ട്രാക്കിലോട്ട് തിരിച്ചെത്തുക, അല്ലെങ്കിൽ ഓക്കെ എൻ്റെ തിരിച്ച് ഇന്നതാണ് എൻ്റെ ലക്ഷ്യം, അതിനകത്തേക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും അതിന് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞ പോലെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എങ്ങനെ സിനിമയിൽ വരണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ നിന്നാൽ ഓഡിയൻസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ടെക്സ്റ്റ് ബുക്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏതാണോ ആ ബുക്ക് എടുത്ത് നമുക്ക് ഒന്ന് മറിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഓക്കെ ഇങ്ങനെയായിരുന്നു ഇവരുടെ ജേണി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നെപ്പോ കിഡ്സൺ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഞാനും ട്രോൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല. പണിയെടുത്ത് നല്ല രീതിയിൽ ആര് പെർഫോം ചെയ്യുന്നോ അവർക്ക് കൈയടി ഉണ്ടാവും. അപ്പോൾ ആ കൈയടി കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് അത് പണിയെടുത്താൽ ഓട്ടോമാറ്റിക്കലി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്കിംഗ് ആണ്, അതിൻ്റെ തുടക്കകാലമാണ് ഈ കാണുന്നത്. ആൻഡ് ആസ് ആക്ടേഴ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ആഷിഖ് കപൂർ സെറ്റ് ചെയ്യുന്നുള്ള ബിഗ്ഗസ്റ്റ് ലെസൺസ് എന്തായിരുന്നു ഫോർ ബോത്ത് ഓഫ് യു? നിങ്ങളുടെ ക്രാഫ്റ്റിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? വാട്ട് ഡിഡ് യു സീ ദാറ്റ് യു ഫെൽറ്റ് എക്സൈറ്റഡ് അബൌട്ട്? എനിക്ക് ആക്ച്വലി ഈ പടത്തിൽ നമുക്ക് ലാസ്റ്റ് ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഓൾറെഡി അറിയായിരുന്നു നമ്മുടെ റോൾ എന്തോരം ഉണ്ട്. അല്ലെങ്കിൽ ഇതൊരു 15-ൽ കൂടുതൽ 20-ൽ കുറയാത്ത ഒരു സംഖ്യയുള്ള ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഒരാൾക്കൊരു 10 മിനിറ്റ് വെച്ച് സിനിമ പോയാൽ പോലും 2.5 മണിക്കൂർ സിനിമയായി. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് റോള് വരുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. സോ അങ്ങനെയുള്ളൊരു സിനിമയിൽ എനിക്ക് 1 മാസത്തിൽ കൂടുതൽ ഇവരെല്ലാവരുടെയും കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ഒരു ജേണിയിൽ.
ഓഫ് കോഴ്സ് ആ ഒരു മാസത്തിൽ കൂടുതൽ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് വളരെ അതിൻ്റെ പകുതിയായിരിക്കും ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ദിവസം എനിക്ക് ഈ പറഞ്ഞ പോലെ ആസ് എ ടെക്നീഷ്യൻ കൂടുതൽ പഠിക്കാൻ പറ്റിയൊരു സമയമാണ്. കാരണം നമ്മൾ പൈസ കൊടുത്ത് പലയിടത്തും പോയി പലതും പഠിച്ചിറങ്ങുന്ന സമയമാണത്. ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ട് ഞാൻ പോയി പഠിക്കുക എന്ന് പറയുന്നൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ശ്യാമേട്ടൻ ഉണ്ടായിരുന്നു, ആഷികേട്ടൻ ഉണ്ടായിരുന്നു, സിനിമോട്ടോഗ്രാഫി സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിൻ്റെ സൈഡിലാണെങ്കിലും പെർഫോമൻസിൻ്റെ സൈഡിലാണെങ്കിലും എല്ലായിടത്തും നമുക്കിങ്ങനെ നോക്കി 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 ഓരോന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു ഇത്. കൂടുതലാണെങ്കിൽ ടെക്നിക്കൽ വൈസ് എനിക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്ത് അത് കാണാനും ചില ക്യാമറ ആംഗിൾസ് വെക്കുമ്പോഴും അല്ലെങ്കിൽ ഓക്കെ ആഷികേട്ടൻ എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ശ്യാമേട്ടൻ വന്നിട്ട് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു ട്രാവൽ ഉണ്ടല്ലോ, ഒരു സീനിലുള്ള ഒരു ട്രാവൽ, അതെനിക്ക് തോന്നുന്നു കുറച്ചധികം ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. എനിക്ക് ഇത്രയും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എന്നെ ജസ്റ്റ് 3 days ബിഫോർ ദ പൂജയാണ് എന്നെ ഇന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ഒരു കോൾ വന്നിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെ ചെയ്യാം. പക്ഷെ വർക്കിംഗ് സ്പേസിൽ ഇരുന്നപ്പം എനിക്ക് ഡയറക്ടർ സാറിന് ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടറിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഓൾവേസ് ഇങ്ങനെ നമുക്ക് ആളെ കാണുമ്പോൾ അറിയാം വേറെ ഒന്നും ഹി കാൻ സീ എനിത്തിങ്. ഓൾവേസ് ഇതിൻ്റെ ഓരോ തന്നെയാണ് മൈൻഡിൽ. ഇപ്പം ഒരു ഷോട്ടിൻ്റെ ഇത് മോണിറ്റർ നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് അവിടെ വരെ നടക്കുമ്പോൾ വരെ ഉള്ളിൽ മേ ബി അടുത്ത ഇതിൽ നമുക്ക് ആളെ അബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഉള്ളിൽ അതിൻ്റെ ബാക്കി വർക്ക് ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. മേ ബി അത്ര എക്സ്പ്രസീവായിട്ട് പറയുന്നില്ല കാണിക്കുന്നില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഇങ്ങനെ ഓരോ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ഒബ്സർവൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോലെ പക്ഷെ അധികം ഇത് സംസാരിക്കാത്ത ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ സീനിൽ ഇപ്പം എൻ്റെ ആവശ്യമുള്ള ടൈമിൽ നമ്മളെയും കംഫർട്ടബിൾ ആയിട്ട് ഓക്കെ ഇതാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കട്ട് പറയുമ്പോൾ വി ജസ്റ്റ് ഹാവ് ടു ലുക്ക് അറ്റ് ഹിം. അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ വേണ്ടത് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. യെറ്റ് നമുക്ക് എത്രത്തോളം ആ ഒരു വർക്കിൽ ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബേസിക്കലി നമ്മൾക്ക് ഒരുപാട് കണ്ടിഷ്ടപ്പെട്ട സിനിമയുടെ ഡയറക്ടറാണ്. ഇപ്പോൾ മായനദി പോലത്തെ ഒരു പടം കണ്ട് അത്രയും പക്ഷേ മലയാളത്തിൽ ഇങ്ങനൊരു ട്രാക്ക് പരിപാടി പിടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു ഡയറക്ടറാണ് ആഷിഖ് കപൂർ. സോ ഈ പടം എനിക്ക് തോന്നുന്നു സാറിൻ്റെ കരിയറിലെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണറിലുള്ള ഒരു പടമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയായിരുന്നു. സോ ഡയറക്ടർ ആഷിഖ് കപൂർസ് കംബാക്ക് ഈസ് വെരി മച്ച് നീഡഡ് ഇപ്പോൾ കറൻ്റ്ലി. സോ ഹി ഹാവ് ടു ബി ഹിയർ. ഇവിടെ പുള്ളി ഉണ്ടാവണം. റൈഫിൾ ക്ലബ് പോലത്തുള്ള പടങ്ങളും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഫോക്കസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കണ്ടിരിക്കാൻ. ആൻഡ് സിൻസ് വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഗന്ധർവഗാനം, ഒരു റെക്സ് വിജയൻ സോങ്ങിന് ഇങ്ങനത്തെ ഒരു സോങ്ങിനാണ് നിങ്ങൾ ഡാൻസ് ചെയ്തിരിക്കുന്നത്. സൂര്യ സന്തോഷ് ആൻഡ് ശ്വേത സങ് വിനായക് ശശികുമാറിൻ്റെ ലിറിക്സ്. സോ ഓൾ സ്റ്റാർ വർക്ക്സ് കമ്മിങ് ടുഗെദർ ആൻഡ് പുട്ടിങ് എ സോങ് ടുഗെദർ ആൻഡ് ദെൻ യു ആർ ദ ഫേസ് ഓഫ് ഇറ്റ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഐ എം ഷുവർ യു വുഡ് ഹാവ് ഹാഡ് എ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ദ റൂഫ് എക്സൈറ്റ്മെൻറ്റ് അറ്റ് സം പോയിന്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സ്പോട്ടിഫൈ ആപ്പ് ലിസ്റ്റൊക്കെ നോക്കണം. നിങ്ങൾ എത്ര വട്ടം ഈ പാട്ട് നിങ്ങൾ തന്നെ പ്ലേ ചെയ്ത് കേട്ടിട്ടുണ്ട്? ഞാൻ സോങ് ഉപരി വീഡിയോയിലാണ് എപ്പോഴും. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ടൂതർനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു എനിക്ക് കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു തിയേറ്റർ വേണ്ടി ചെയ്ത ഒരു പാട്ട് പോലെയാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. തിയേറ്ററിൽ ആൾക്കാർ ഇരുന്ന് എൻജോയ് ചെയ്യണം. അവർ ഈ സിനിമയിലേക്ക് കയറുന്ന സമയത്ത് ഈ പാട്ടിലൂടെ ആൾക്കാർ ട്രാവൽ ചെയ്ത് സിനിമയിൽ കയറണം എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. മൊബൈലിൽ കാണുന്നതും ടി വിയിൽ കാണുന്നതും തിയേറ്ററിൽ കാണുന്നതും മൂന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. സോ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇത് തിയേറ്ററിൽ കണ്ട് നമ്മുടെ ഡാൻസിൻ്റെ സീക്വൻസ് ആണെങ്കിലും അത് കഴിഞ്ഞ് എങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് കാണാൻ തിയേറ്ററിൽ കാണാനാണ് ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. One final question is, for the audience, what is that one part of the film that you're excited for them? അതായത് അവർ കാണാൻ പോകുന്ന ഒരു സെറ്റ് പീസ് ഉണ്ടാവാം, ഒരു ഓവറോൾ ഒരു ആക്ഷൻ സീക്വൻസ്. ഓഡിയൻസ് ഇത് കണ്ടിട്ട് നിങ്ങൾ അവരുടെ ഒരു റിയാക്ഷനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൈഫിൾ ക്ലബിലെ ഒരു എലമെൻറ്റ് എന്ന് പറയാൻ എന്തായിരിക്കും? ഈ മൊത്തം മൂവിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കണം. മേ ബി കുറച്ച് നമ്മുടെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം പാസ് ഉണ്ട് എന്നാൽ എവിടേക്കോ വി ഫീൽ സംതിങ് ഇസ് വിയേർഡ്. ആ ഒരു സാധനം ക്യാരക്ടേഴ്സ് പരസ്പരം തമ്മിലുള്ള ഉള്ള ഒരു ഇൻട്രാക്ഷൻ എല്ലാം എവിടെയോ എന്തോ സംതിങ് ഇസ് വിയേർഡ് പോലെ നമുക്കൊരു ഫീലിംഗ് തരും. അത് തന്നെ ആയിരിക്കണം. ആ ഒരു മാസും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ പോലത്തെ ഒരു സംഭവമായിരിക്കണം. എക്സൈറ്റഡ് പീപ്പിൾ വിൽ ലൈക്ക്. എനിക്ക് ഇതിനകത്ത് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ആർക്കായിരിക്കും. കാരണം അതിൽ കൂടുതൽ പണിയെടുത്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ശ്യാമേട്ടനായിരിക്കും. ശ്യാമേട്ടൻ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സീക്വൻസ് ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു 10 പേരുണ്ടാവും ആർട്ടിസ്റ്റുകൾ.
അപ്പം അതിൽ ഇവിടെ അലി ഇങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, ഇവിടെ ഇന്ന ആൾ ഇങ്ങനെയായിരിക്കും പറയുക. അപ്പോൾ ശ്യാമേട്ടന് കൃത്യമായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഒരു സീനിൽ എല്ലാ ക്യാരക്ടറും ഉള്ളിൽ വെച്ചിട്ട് അവരെങ്ങനെയായിരിക്കും അത് പെർഫോം ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ സൈഡിൽ നിന്നൊരു സാധനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇൻപുട്ട് ആ ഓരോ ക്യാരക്ടറിൻ്റെയും ഡയലോഗിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പോൾ കുട്ടേട്ടൻ്റെ ചിരി, പൊന്നമ്മ ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ്, സുരഭിയുടെ സംസാരം, ഞങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു പരിപാടി. അപ്പം ഇങ്ങനെ ഓരോരോ സിനിമ ഓരോ ഘട്ടത്തിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരുടെ പരിപാടി മാറുന്നുണ്ട്. ഇവരെല്ലാവരും ലാസ്റ്റ് ഒരു മാറലുണ്ട്. അതെ, അപ്പോൾ അതാണ് ഒരു മാറ്റം. ആ മാറ്റമാണ് പടം. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അറിയാലോ, ഇതൊക്കെ ഒരു ഈ പ്രചരണം പറഞ്ഞ ബുക്കാണ്, എല്ലാവരിൽ നിന്നും പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ. സോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് തിയേറ്ററിൽ കാണാൻ. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്, ബിക്കോസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ അലി ആൻഡ് നാദിയ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വി ഹവ് ഡൺ ഇറ്റ് റിയലി വെൽ. ഐ ആം എ ഫാൻ ഓഫ് ഗന്ധർവഗാനം. സത്യം പറഞ്ഞു ഒന്ന് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് റെക്സ് വിജയൻ, ആഷിഖ് അബു, അവരുടെ കോമ്പിനേഷൻ ഉള്ള സോങ്സ്. ബട്ട് ദെൻ ഐ ഹവ് ബീൻ ഓൺ ലൂപ്പ് വിത്ത് ദിസ് സോങ്. ഞാൻ കാറിൽ പോകുമ്പോഴും എപ്പോഴും കഴിഞ്ഞ ഒരു മാസമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന പാട്ടാണ്. ആൻഡ് ഐ ലവ് ദ വിഷ്വൽസ്. ലൈക്ക് യു സെഡ്, ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ തിയേറ്റർ ബൈ ദ വേ. ഇത് നിങ്ങളൊരു ചെറിയ സ്ക്രീനിലോ ഈവൻ ടി വിയിൽ കാണുന്നേക്കാളും ഇമ്പാക്റ്റ് ആണ് ഫോർ ഷുവർ. ഒരു അതിൽ ലൈറ്റിംഗ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി രസമായിരിക്കും തിയേറ്ററിൽ. ആൻഡ് ദ മിക്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഗോയിങ് ടു ബി അടിപൊളി. സോ all the very best. I'm really excited for both of you, not just for Rifle Club, for what you're going to do with your acting career. ഒരുപാട് അടിപൊളി റോൾസ് നിങ്ങൾക്ക് വരട്ടെ. താങ്ക് യു.